രാപ്പകൽ സമരത്തിന്റെ 200ാം ദിനം ആശമാരെ തേടി ഒരു ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. ആശാപ്രവർത്തകരുടെ വിഷയം പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. വേതനം കൂട്ടണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ സർക്കാർ പരിഗണിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഓണക്കാലത്ത് തങ്ങൾക്ക് ആശ്വാസമാകുന്ന വാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആശമാർ. സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട്. അടിസ്ഥാന വേതന വർധനവ് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം അത് ഇന്ന് 200 ദിനങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് 200ാമത്തെ സമര ദിവസം അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് അതിനെ ആശാപ്രവർത്തകർ ആഘോഷമാക്കുന്നത്. ഒരു സ്പെഷ്യൽ അത്തമാണ്. അതായത് ആശമാരുടെ കഞ്ഞികുടി മുട്ടിച്ച സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ അത്തം ഇട്ടുകൊണ്ടാണ് അവർ ഈ 200ാമത്തെ ദിവസം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 200ാമത്തെ ദിവസം ആശാപ്രവർത്തകർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത് ഇവരുടെ വിഷയങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആശാപ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ഓണനാളിൽ നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 6 മാസമായി വിഷുവും ഈസ്റ്ററും അതുപോലെയുള്ള കുടുംബത്തോടൊപ്പം നമ്മൾ ചെലവിടേണ്ടുന്ന സന്തോഷകരമായ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഈ തെരുവിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഓണം വരികയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ചെലവിടുന്ന ദിനങ്ങളാണ്. ആ സമയത്തും ഞങ്ങളെ ഇവിടെ തെരുവിൽ ഇരുത്തരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് സർക്കാരിനോടുള്ളത്. CIT ഉൾപ്പെടെ നിങ്ങളുടെ സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കെതിരെയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുൾപ്പെടെ ഈ ചർച്ചയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടായിരിക്കുമോ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടാവുക? ഇല്ല, അത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഈ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് പത്രദ്വാരാണ് നമ്മൾ അറിഞ്ഞത്. നമുക്ക് റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല. സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തിയ ഡിമാൻഡ് ശരിയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇപ്പോൾ വേതന വർധന ഉൾപ്പെടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഉയർത്തിയിരുന്ന ഡിമാൻഡ് ഏറ്റവും കറക്റ്റായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനോടായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അവകാശ പോരാട്ടം 200ാമത്തെ ദിവസം എത്തിയിരിക്കുന്നു. ഓണാഘോഷവും സമരപ്പന്തലിൽ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷുവും ഈസ്റ്ററും അല്ലാതുള്ള ഒത്തിരി ആഘോഷ ദിനങ്ങൾ ഇതിനിടയിൽ കടന്നുപോയി. അതെല്ലാം ഞങ്ങൾ ഈ സമരപ്പന്തലിലായിരുന്നു. ഓണത്തിന് മുമ്പ് സർക്കാർ ഇത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അവരതിനൊരു പ്രഖ്യാപനം നടത്താൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഈ സ്പെഷ്യൽ അത്തത്തിന് പിന്നിൽ എന്താണ്? സ്പെഷ്യൽ അത്തം എന്ന് പറയുന്നത് എല്ലാവരും ഓണപ്പൂക്കളം സന്തോഷത്തോടെ ഇടുമ്പം ഞങ്ങൾ പട്ടിണിപ്പൂക്കളമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഞങ്ങളുടെ പട്ടിണി മാറ്റാനും ബുദ്ധിമുട്ടുകൾ മാറ്റാനുമാണല്ലോ സർക്കാരിനോട് വേതന വർധന ആവശ്യപ്പെടുന്നത്. അത് 200ാമത്തെ ദിവസം തരാതിരിക്കുമ്പോഴും 6 മാസം കഴിഞ്ഞ് ഓണം വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ തെരുവിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ദുഃഖത്തിൻ്റെയും ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെയും ഞങ്ങളുടെ സമരത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഈ പട്ടിണി പൂക്കളം ഇട്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ. അത് ഞാൻ ഈ 200 ദിവസത്തിനിടയിൽ പലതരത്തിലുള്ള സമരമുറകളാണ് അവർ നടത്തിയത്. ഇപ്പോൾ സമരസമിതി നേതാവ് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള MA ബിന്ദു കാസർഗോഡ് നിന്ന് തലസ്ഥാനം വരെ സമരയാത്ര നടത്തി. ഇവിടെ തലസ്ഥാനത്ത് പലതരത്തിലുള്ള സമരമുറകൾ നടത്തി. അതിനൊക്കെ ഒടുവിൽ ഇന്നിപ്പോൾ അവരെ തേടി ഒരു ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. എന്തായാലും സർക്കാർ എന്താണ് തീരുമാനമെന്ന് അറിയിച്ചിട്ടില്ല. ഓണനാളിലൊരു നിങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ റിപ്പോർട്ട് കൊടുത്താൽ അവർ അനുകൂലമായിട്ട് തീരുമാനം എടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഈ ഓണനാളിൽ ആശമാർക്ക് ആശ്വാസകരമായ വാർത്ത അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമരം തുടങ്ങിയ അന്ന് മുതൽ സമരക്കാർക്കെതിരെയുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നതെങ്കിലും ഈ സമയത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആശമാരും ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.